വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഫൈറ്റോജിയോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്സിൽ വരുന്ന അവയുടെ ഒരു ഇൻട്രൊഡക്ഷനും സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഫൈറ്റോജിയോഗ്രഫി തമ്മിലുള്ള ഒരു കമ്പാരിസണുമാണ് ഈ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നത്. എക്സാംസിന് സെറ്റ് എക്സാമിന്റെ സിലബസിലും എല്ലാ എക്സാംസിനും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാം. അപ്പൊ എന്താണ് ഫൈറ്റോജിയോഗ്രഫി? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫൈറ്റോ എന്ന് വെച്ചാൽ പ്ലാന്റ് ആണ് അല്ലേ? ജിയോഗ്രഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആ ഒരു പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബയോ ജിയോഗ്രഫിയുടെ ഒരു ബ്രാഞ്ച് ആണ്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയാസിലുള്ള പ്ലാന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എർത്തിന്റെ സർഫേസിൽ എങ്ങനെയാണ് പ്ലാന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതിന്റെ കുറേ ടൈപ്സ് അല്ലെ, കുറേ ടേംസ് ഉണ്ട്. പാൻട്രോപ്പിക്, നിയോട്രോപ്പിക് എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ഉണ്ട് അല്ലേ? ആ ഒരു ടേംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ ബ്രാഞ്ച് ആണ് ഫൈറ്റോജിയോഗ്രഫി എന്ന് പറയുന്നത്. ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു ഫൈറ്റോജിയോഗ്രഫിയിൽ വരുന്ന കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലാന്റ് റാൻഡം ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ സ്പീഷീസും അവയുടെ ആ ഒരു ജിയോഗ്രഫിക് ഏരിയ, ആ ഒരു കണ്ടീഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പം ഒരു ജിയോഗ്രഫിക് ഏരിയയിൽ, ഒരു സ്പെസിഫിക് ജിയോഗ്രഫിക് ഏരിയയിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ഓരോ സ്പീഷീസിനെയും നമ്മൾ പറയുന്നത് അല്ലെ, ഈച്ച് സ്പീഷീസ് ഒക്യുപ്പൈസ് എ സ്പെസിഫിക് ജിയോഗ്രഫിക് ഏരിയ. അതിനാണ് നമ്മൾ റേഞ്ച്, ഒരു സ്പെസിഫിക് ഏരിയയിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ഓരോ സ്പീഷീസിനെയും കൂട്ടിയിട്ട് നമ്മൾ ആ ഒരു ജിയോഗ്രഫിക് ഏരിയയുടെ ആ ഒരു റേഞ്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫ്ലോറ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഫ്ലോറ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ റീജിയൻ ബേസ് ചെയ്തിട്ടാണ്. ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള എല്ലാ പ്ലാന്റ് ലൈഫും, ടോട്ടൽ പ്ലാന്റ് ലൈഫ് ഓഫ് എ റീജിയൻ ഓർ എ പീരീഡ്, പെർട്ടിക്കുലർലി നമ്മൾ പറയുമ്പോൾ റീജിയൻ ബേസ് ചെയ്തിട്ടാണ് ഫ്ലോറ പറയുക. എക്സാമ്പിൾ ഫ്ലോറ ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു റീജിയന്റെ ഫ്ലോറ അല്ലെ, ഫ്ലോറ ഓഫ് ഹിമാലയാസ്. ഇതാണ് ഫ്ലോറ എന്ന് പറയുന്നത്. ടോട്ടൽ പ്ലാന്റ് ലൈഫ് ആണ്. വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റ് കമ്മ്യൂണിറ്റി ആണ്. ടോട്ടൽ പ്ലാന്റ് ലൈഫ് അല്ല, ഒരു പ്ലാന്റ് കമ്മ്യൂണിറ്റി, ഒരു ഇൻഡിവിജ്വൽ സ്പീഷീസിനെയും അല്ല വെജിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഫോറസ്ട്രി എന്ന് പറയുന്ന ഒരു വെജിറ്റേഷൻ ആണ്, ഗ്രാസ് ലാൻഡ് വെജിറ്റേഷൻ ആണ്, ഡെസേർട്ട് വെജിറ്റേഷൻ ആണ്. അതൊരു റീജിയൻ ആയിട്ടല്ല, ഒരു പ്ലാന്റ് കമ്മ്യൂണിറ്റി എന്നുള്ള മീനിങ് ആണ് വെജിറ്റേഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് എൻഡമിസം എന്ന് പറയുന്നത്. എൻഡമിസം എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം റെസ്ട്രിക്റ്റ് ആയി പോയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രം കാണുന്ന, അവിടെ മാത്രം അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ജീവികളുണ്ട്. അത്തരം സ്പീഷീസിനെയാണ് എൻഡമിസം എന്ന് പറയുന്നത് അല്ലെ. വെസ്റ്റേൺ ഘട്ടിലെ എൻഡമിക് ആയിട്ടുള്ളത് അല്ലെ, പലതരത്തിലുള്ള എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പക്ഷെ എൻഡമിസം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നത് ആനിമലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷെ ഒരു പ്ലാന്റ് എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതി വെച്ചോളുക. ഡിപ്റ്ററോകാർപ്പസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു കെനോപ്പി ട്രീ ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലെ വെസ്റ്റേൺ ഘട്ടിൽ മാത്രം എൻഡമിക് ആയിട്ട് കാണുന്നതാണ്. അപ്പൊ എൻഡമിസം എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ ആണ്, ഹൈ എക്സ്റ്റൻഷൻ റിസ്കും ആണ് അല്ലെ, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ആണ്, ഹൈ എക്സ്റ്റൻഷൻ റിസ്കും ആണ്. അവിടെ ഇവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നില്ല, യുണീക്നെസ് ആയിട്ടുള്ള ഒരു ഇവല്യൂഷണറി പാറ്റേൺ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഡിപ്റ്ററോകാർപ്പസ് ഇൻഡിക്കസ് എന്നൊക്കെ പറയുന്ന ഒരു കെനോപ്പി ട്രീ ആണ്. അപ്പോൾ വെസ്റ്റേൺ ഘട്ടിൽ മാത്രം കാണുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള പല എക്സാമ്പിൾസും ഉണ്ട്. നെക്സ്റ്റ് ആണ് കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ സ്പീഷീസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. വേൾഡ് ത്രൂ ഔട്ട് ഏത് റീജിയനിലും അഡാപ്റ്റ് ചെയ്യാൻ, ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലും അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്ലാന്റ് സ്പീഷീസിനെയാണ് കോസ്മോപൊളിറ്റൻ സ്പീഷീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കീനോപോഡിയം, സൈനോഡോൺ എന്നൊക്കെ പറയുന്ന സ്പീഷീസ് വേൾഡിന്റെ എല്ലാ ഭാഗങ്ങളിലും കാണുന്നുണ്ട്. നെക്സ്റ്റ് ആണ് സെന്റേഴ്സ് ഓഫ് ഒറിജിൻ. ഇപ്പൊ ഒരു സെന്റേഴ്സ് ഓഫ് ഒറിജിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കേണ്ട ഒരു സയന്റിസ്റ്റിന്റെ പേരുണ്ട്, വാവിലോവ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. ഓക്കെ, വാവിലോവ് ആണ് ഈ ഒരു സെന്റേഴ്സ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്ന ടേം കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എക്കണോമിക് ബോട്ടണി എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സെന്റർ ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു റീജിയൻ ആണ്, അതായത് ഒരു പ്ലാന്റ് ഗ്രൂപ്പ് ഒറിജിനേറ്റ് ചെയ്ത് അവിടുന്ന് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എക്കണോമിക് ബോട്ടണി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ വൈൽഡ് വെറൈറ്റിയിൽ നിന്നും നമ്മൾ പ്ലാന്റിനെ ആദ്യം ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് എന്ന് വേണമെങ്കിൽ ഈ ഒരു സെന്റേഴ്സ് ഓഫ് ഒറിജിനെയും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തു നോക്കിയേ. ജിയോഗ്രഫിക്കൽ റീജിയൻസ് വേർ എ പ്ലാന്റ് ഗ്രൂപ്പ് ഒറിജിനേറ്റഡ് ആൻഡ് ഡൈവേഴ്സിഫൈഡ്. ഒരു പ്ലാന്റ് ഗ്രൂപ്പ് ഒറിജിനേറ്റ് ചെയ്ത് അവിടുന്ന് പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ച്
ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ അവയുടെ കൂടുതലായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടന്ന ആ ഒരു റീജിയനെയാണ് സെന്റേഴ്സ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ദെൻ പ്ലാന്റ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെ മൂവ്മെന്റ് ആണ്. ഒരു റീജിയനിൽ നിന്ന് അടുത്ത റീജിയനിലോട്ടുള്ള പ്ലാന്റിന്റെ മൂവ്മെന്റിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ പ്ലാന്റിന്റെ മൈഗ്രേഷൻ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ എടുത്തു തരുന്നതായിരിക്കും. അപ്പൊ ഇതിൽ ജസ്റ്റ് ഈ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് പോലെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പ്ലാന്റിന്റെ മൈഗ്രേഷൻ നടക്കുന്നത് ഒന്നുകിൽ വിൻഡ് വഴി അല്ലെ, പോളിനേഷൻ, വിൻഡ് വഴിയുള്ള പോളിനേഷൻ, വാട്ടർ വഴിയുള്ള പോളിനേഷൻ, ആനിമൽസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതുകൂടാതെ ഈ ഒരു പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷനെ എഫക്ട് ചെയ്യുന്ന ഗ്ലേഷ്യേഷൻ എന്ന് പറയുന്ന ഫാക്ടേഴ്സ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് പറയുന്ന ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഈ ഒരു ഫൈറ്റോജിയോഗ്രഫിയുടെ അണ്ടറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് 2 ടൈപ്പാണ് ഫൈറ്റോജിയോഗ്രഫീസ് ഉണ്ട്. അതായത് 2 ടൈപ്പ് പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു വേൾഡിൽ നമുക്ക് 2 ആയിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തത് സ്റ്റാറ്റിക് ഫൈറ്റോജിയോഗ്രഫി ആണ്, രണ്ടാമത്തത് ഡൈനാമിക് ഫൈറ്റോജിയോഗ്രഫി. ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലെ. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ മാറ്റമില്ലാതെ അല്ലെങ്കിൽ ഒരു അവിടെ തന്നെ നിശ്ചലമായി നിൽക്കുന്ന ഒരു മീനിങ് ആണ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് എന്നുള്ള ഒരു മീനിങ് ആണ് വരിക അല്ലെ. അപ്പൊ എന്താണ് സ്റ്റാറ്റിക് ഫൈറ്റോജിയോഗ്രഫി നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് ഫൈറ്റോജിയോഗ്രഫി is a branch of phytogeography that deal with present day distribution of plant and plant communities on the earth without considering their origin or evolution. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ എന്തൊക്കെ പ്ലാന്റ് കാണുന്നുണ്ടോ ആ ഒരു പ്ലാന്റിന്റെ ഇപ്പോൾ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അവ എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്തിയത് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അതായത് അവയുടെ ഒറിജിൻ എവിടെയാണ്, അവ എങ്ങനെയാണ് ഇവല്യൂഷൻ നടന്നത്, എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒന്നും നമ്മൾ സ്റ്റാറ്റിക് ഫൈറ്റോജിയോഗ്രഫിയിൽ പഠിക്കില്ല. ജസ്റ്റ് പ്രസന്റ് ഡേയിൽ അവയുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്ന് മാത്രമാണ് ഈ ഒരു സ്റ്റാറ്റിക് ഫൈറ്റോജിയോഗ്രഫിയിൽ പഠിക്കുന്നത്. അതിന്റെ കുറച്ച് ഒരു ഒബ്ജക്റ്റീവ്സ് നോക്കിയേ. ഒന്ന്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വെജിറ്റേഷൻ പാറ്റേണിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എർത്തിനെ ഇപ്പൊ പ്രസന്റ് ഡേ എർത്തിനെ കുറെ ഫ്ലോറിസ്റ്റിക് ആയിട്ടുള്ള റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സ്റ്റാറ്റിക് ഫൈറ്റോജിയോഗ്രഫി യൂസ് ചെയ്യുന്നു. ഈ ഒരു ഫ്ലോറിസ്റ്റിക് റീജിയൻസ് ഒക്കെ പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, പ്ലാന്റും എൻവയോൺമെന്റും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ദെൻ ആ ഒരു ഡൈനാമിക് ഫൈറ്റോജിയോഗ്രഫിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ലൈൻ, അതായത് ഡൈനാമിക് എന്ന് പറയുമ്പം സ്റ്റാറ്റിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവല്യൂഷണറി സിഗ്നിഫിക്കൻസും ഒറിജിനും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഒറിജിനും ഇവല്യൂഷണറി സിഗ്നിഫിക്കൻസും നോക്കണമെങ്കിൽ ആദ്യം പ്രസന്റ് ഡേയിലുള്ള ക്ലൈമറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കണം അല്ലേ. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഡൈനാമിക് ഫൈറ്റോജിയോഗ്രഫിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ലൈൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനും കൂടിയുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റാറ്റിക് ഫൈറ്റോജിയോഗ്രഫിയുടെ അണ്ടറിൽ വരുന്ന മേജർ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ആ ഒരു സ്പീഷീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഒരു 3 ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിലും കുറേ ടൈപ്പ് ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിന്റെ കൂടി ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. MSc BSc ദെൻ HSST സെറ്റ് CSR നെറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ആ ഒരു പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകാം. അപ്പൊ ഈ ഒരു സ്റ്റാറ്റിക് ബയോജിയോഗ്രഫിയുടെ അണ്ടറിൽ വരുന്ന ആ ഒരു സ്പീഷീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് എ പ്ലാന്റ് സ്പീഷീസ് ഒക്കേഴ്സ് ഓവർ എ വൈഡ് ആൻഡ് അൺഇന്ററപ്റ്റഡ് ജിയോഗ്രഫിക് ഏരിയ. ഒരു വാസ്റ്റ് ആയിട്ടുള്ള ജിയോഗ്രഫിക് ഏരിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് സ്പീഷീസ് ആണ്. അതായത് കോക്കനട്ട് പാം അല്ലേ, ട്രോപ്പിക്കൽ കോസ്റ്റൽ റീജിയൻസിൽ എന്താ പരന്ന് കിടക്കുന്ന കോക്കനട്ട് പാംസ് റീജിയൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും. അപ്പൊ അത്തരം ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഡിസ്ജങ്ക്റ്റ് എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട്. അതായത് വൈഡ്ലി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ജിയോഗ്രഫിക് ഏരിയാസ് ഉണ്ടായിരിക്കും. അതായത് പ്ലാന്റ് സ്പീഷീസ് ഒക്കേഴ്സ് ഇൻ വൈഡ്ലി സെപ്പറേറ്റഡ് ജിയോഗ്രഫിക് ഏരിയാസ് വിത്ത് ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ. എക്സാമ്പിളുടെ ഈ ഒരു നോത്തോഫാഗസ് ഫൗണ്ട് ഇൻ സൗത്ത് ആഫ്രിക്കയിലും കാണുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഒക്കെ നടക്കുമ്പോഴല്ലേ ആദ്യം ഒരു വലിയൊരു പന്തലാസ പഞ്ചി എന്നുള്ള ടേംസ് ഒക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ വലിയൊരു ജിയോഗ്രഫിക് ഏരിയയിൽ ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പൊ അതിനുശേഷം ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വന്നപ്പോൾ ആ ഒരു വലിയ ജിയോഗ്രഫിക് ഏരിയ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ആയി അല്ലെ. ആ ഒരു വലിയ ജിയോഗ്രഫിക് ഏരിയ സ്പ്ലിറ്റ് ആയി പോയി. അപ്പൊ സ്പ്ലിറ്റ് ആയി ഇങ്ങനെ കുറെ കഷ്ണങ്ങളായിട്ട് പോയി. ആ സ്പ്ലിറ്റ് ആയി പോയപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ പ്രീവിയസ് ആയിട്ട് ഉണ്ടാകുന്ന പ്ലാന്റ് ഒക്കെ എന്ത് ചെയ്യും, ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ്സിലോട്ട് മാറ്റപ്പെട്ടു. അതാണ്
എന്താണ് ഈ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ? അവയ്ക്കിടയിൽ ഒന്നുകിൽ റിവറോ അല്ലെങ്കിൽ മലയോ അങ്ങനെ എന്തെങ്കിലും ഒരു ബാരിയേഴ്സ് വന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. നോത്തോഫാഗസ് എന്ന് പറയുന്നത് എവിടെയൊക്കെ കാണുന്നുണ്ട്? സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിൽ കാണുന്നുണ്ട്. ഈ ഒരു സൈക്കസ് എന്ന് പറയുന്ന ജിംനോസ്പേം ഇന്ത്യയിലും കാണുന്നുണ്ട്, ഓസ്ട്രേലിയയിലും കാണുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും കാണുന്നുണ്ട്. അതാണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് എൻഡമിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ജിയോഗ്രഫിക് ഏരിയയിൽ മാത്രം കാണുന്നതാണ്. നാച്ചുറലി മറ്റൊരു സ്ഥലത്തും കാണാത്ത ആൾക്കാരെയാണ് എൻഡമിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സ്ട്രോബിലാന്തസ് കുന്തിയാന, നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന വെസ്റ്റേൺ ഘട്ടിൽ കാണുന്ന ഒരു എൻഡമിക് ആണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണുന്ന റെഫ്ലീഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലവർ ആയിട്ടുള്ള റെഫ്ലീഷ്യയും ഒരു എൻഡമിക് സ്പീഷീസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് അവയുടെ പാറ്റേൺസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടേ പറയുന്നുള്ളൂ, വാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ക്ലാസ്സിൽ. കോസ്മോപൊളിറ്റൻ പറഞ്ഞു, പ്ലാന്റ്സിൽ ത്രൂ ഔട്ട് കാണുന്നതാണ്, വേൾഡ് ത്രൂ ഔട്ട് കാണുന്നതാണ്. പാൻ ട്രോപ്പിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയൻസിൽ എല്ലാ സ്ഥലത്തും ത്രൂ ഔട്ട് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് പാൻ ട്രോപ്പിക്കൽ എന്ന് പറയുന്നത്. പാംസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരിക. നെക്സ്റ്റ് ബൈപോളാർ. ബൈപോളാർ എന്ന് പറയുമ്പോൾ ആ ഒരു പോൾ റീജിയൻസ്, രണ്ട് പോൾ ഉണ്ടല്ലോ, ആ ഒരു പോളിന്റെ അടുത്തായിട്ട് കാണുന്ന പ്ലാന്റ്സ്, രണ്ട് പോൾസിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ്, മെയിൻലി പോളാർ റീജിയൻസിലൊക്കെ ആൽഗെ ആയിരിക്കും കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് റെലിക് ഡിസ്ട്രിബ്യൂഷൻ. ഈ റെലിക്കും എൻഡമിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം എൻഡമിസം എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് സ്പീഷീസ് ഒരു പെർട്ടിക്കുലർ ജിയോഗ്രാഫിക് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു റെലിക് സ്പീഷീസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതായത് പണ്ട് കാലത്ത് ഇവ അത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷെങ്കിൽ എന്താ ഇപ്പോഴ് ഒന്നോ രണ്ടോ സ്പീഷീസ് മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ അത്തരം സ്പീഷീസിനെയാണ് റെലിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ജിങ്കോ ബൈലോബ എന്ന് പറയുന്നത് ലിവിങ് ഫോസിലാണ്. അവയുടെ ഏകദേശം ഒന്നോ രണ്ടോ വെറൈറ്റി അല്ലെങ്കിൽ പ്ലാന്റ് സ്പീഷീസ് മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ. ഓക്കെ, അത്തരം സ്പീഷീസിനെയാണ് റെലിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റെലിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സ്റ്റാറ്റിക് ബയോജിയോഗ്രഫിയുടെ മേജർ കമ്പോണൻസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫൈറ്റോ ജിയോഗ്രാഫിക്കൽ റീജിയൻസ് ഓഫ് ദ വേൾഡ് ആണ്. അതായത് ഒരു അവിടെയുള്ള ഫ്ലോറാസിന്റെ ഒക്കെ ബേസിസിൽ മേജർ റീജിയൻസ്, വേൾഡിലുള്ള മേജർ റീജിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമത്തത് ഹൊളാർട്ടിക് കിങ്ഡം ആണ്. ഹൊളാർട്ടിക് കിങ്ഡം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന റീജിയൻസ് ഏതൊക്കെയാണ്, ആ ഒരു സ്ഥലങ്ങളുമാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തത് ഹൊളാർട്ടിക്കിൽ ബോറിയൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയൻസ് ആണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്ന ബോറിയൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയൻസ് ആണ്. അതിൽ അണ്ടറിൽ വരുന്നത് യൂറോപ്പും നോർത്ത് ഏഷ്യ, നോർത്ത് അമേരിക്ക ഒക്കെയാണ്. പാലിയോ ട്രോപ്പിക്കൽ കിങ്ഡം എന്ന് പറയുമ്പോൾ ട്രോപ്പിക്കൽ റീജിയൻസ് ആണ് അല്ലേ. എവർഗ്രീൻ ആയിട്ടുള്ള ഫോറസ്റ്റും മോണോകോട്സും ഒക്കെ കാണുന്ന റീജിയൻസ് ആണ്. അവ വരുന്നത് ഈ ഒരു ആഫ്രിക്ക, ഏഷ്യൻ കോണ്ടിനെന്റ്സ്, പസഫിക് ഐലൻഡ് ഒക്കെയാണ്. നിയോട്രോപ്പിക് എന്ന് പറയുമ്പോൾ അവിടെ ഹൈ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും എൻഡമിസവും കൂടുതലായിട്ട് കാണുന്നതാണ് നിയോട്രോപ്പിക്കൽ റീജിയൻ. സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയാണ് വരിക. നെക്സ്റ്റ് ആണ് ഓസ്ട്രേലിയൻ കിങ്ഡം. ഓസ്ട്രേലിയ ആ പേരിൽ തന്നെ ഉണ്ട്. ഓസ്ട്രേലിയയും അവയുടെ നിയർ ബൈ ഐലൻഡിലും വരുന്ന അവിടെയുള്ള ഫ്ലോറാസ് അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന റീജിയൻ ആണ്. അവയിൽ എക്സാമ്പിൾ യുക്കാലിപ്റ്റസ്, അക്കേഷ്യ ഒക്കെയാണ്. കേപ്പ് കിങ്ഡം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഹൈ എൻഡമിസം ആണ്. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പ്രോട്ടിയ സ്പീഷീസ് ആണ്. അന്റാർട്ടിക് കിങ്ഡം എന്ന് പറയുന്നതോ സതേൺ കോണ്ടിനെന്റ്സ് ആൻഡ് ഐലൻഡിലാണ് ഈ ഒരു അന്റാർട്ടിക്കൻ റീജിയൻസ് വരുന്നത്. അവിടെ മെയിൻ ആയിട്ട് കാണുന്നത് മോസസും ലൈക്കൻസും വളരെ കുറച്ച് മാത്രം ഫ്ലവറിംഗ് പ്ലാന്റ്സും കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫൈറ്റോ ജിയോഗ്രാഫിക് റീജിയൻസ് എന്ന് പറയുമ്പോൾ വേൾഡിന്റെ ഡിവിഷൻ ആയിട്ട് ഈ ഒരു 6 ഡിവിഷൻ ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ ലാസ്റ്റ് കാറ്റഗറിയിലോട്ട് പോകാം. ഡൈനാമിക് ഫൈറ്റോ ജിയോഗ്രഫി. ഇവിടെ എന്താണ് വ്യത്യാസം നോക്കാം. ഇവിടെ നോക്കിയേ, നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഡേ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഡൈനാമിക്കിൽ ആ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള ആ ഒരു പ്ലാന്റിന്റെ ഒറിജിൻ എവിടെ നിന്നായിരുന്നു, അവ എങ്ങനെയാണ് എവല്യൂഷൻ നടത്തിയത്, അവിടെ ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് ഒരു ജിയോളജിക്കൽ ടൈമിൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ ഒരു
ഡൈനാമിക് ഫൈറ്റോജിയോഗ്രഫിയിൽ പഠിക്കുന്നത്. ആക്ച്വലി ആ ഒരു പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ, ഓരോ ജിയോളജിക്കൽ ടൈം സ്കെയിലുള്ള ആ ഒരു പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷനും അവയുടെ പാറ്റേൺസ് ചേഞ്ച് ആവാനുള്ള കാരണങ്ങളൊക്കെ ഡൈനാമിക് ഫൈറ്റോജിയോഗ്രഫിയുടെ അണ്ടറിൽ വരുന്നതാണ്. മെയിൻലി ഇവയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. പ്രസന്റ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഈ ഒരു ഫൈറ്റോജിയോഗ്രഫി ഡൈനാമിക്കിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഡൈനാമിക് എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റാറ്റിക്കും കൂടി ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ഒറിജിൻ, ഒരു പ്ലാന്റ് ടാക്സിയുടെ ഒറിജിനെ കുറിച്ചും മൈഗ്രേഷനെ കുറിച്ചുള്ള ട്രേസസ് അല്ലെങ്കിൽ ഇവല്യൂഷണറി സിഗ്നിഫിക്കൻസ് അവയുടെ തെളിവുകളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡൈനാമിക് ഫൈറ്റോജിയോഗ്രഫി. ദെൻ ജിയോളജിക്കൽ ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് എങ്ങനെയാണ് പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷന് കാരണമായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദെൻ സ്പീസിയേഷൻ എന്താണ്, എക്സ്റ്റിങ്ഷൻ എന്താണ്, അവയുടെ ഡിസ്പേഴ്സൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. ദെൻ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും റെലിക്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും ഈ ഒരു ഡൈനാമിക് ഫൈറ്റോജിയോഗ്രഫിയിലൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഈ ഒരു ഡൈനാമിക് ഫൈറ്റോജിയോഗ്രഫിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കുറച്ച് മേജർ ഫാക്ടേഴ്സ് ആണ് ഇതിൽ സ്റ്റഡി ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫെർദർ ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തത് ജിയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ജിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ അന്ന് നമ്മൾ പഠിക്കാനുള്ളത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ആണ്. പാൻജിയ എന്ന് പറയുന്നത്, പാൻജിയക്ക് ചുറ്റും പാൻതലാസ എന്ന് പറയുന്ന ഒരു ഒരൊറ്റ സീ ആയിരുന്നു വേൾഡ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. then ഓരോ പീരീഡ് കഴിയുമ്പോഴെന്താ ഇതിൽ എന്ത് സംഭവിച്ചു, ആ ഒരു ഓരോ ജിയോഗ്രഫിക് ബാരിയേഴ്സ് ഒക്കെ വന്ന് അവ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പ്രസന്റ് ഡേ ആയിട്ടുള്ള കോണ്ടിനെന്റ്സ് ആയിട്ട് മാറി അല്ലേ. ആ ഒരു കോണ്ടിനെന്റ്സ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള കുറേ കണ്ടീഷൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അത് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന മറ്റൊരു ടേം ആണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കുറേ പ്ലേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ആണ് മൗണ്ടെയിൻ ബിൽഡിംഗ്, അല്ലെങ്കിൽ മറ്റൊരു ടേം ആണ്, അവയുടെ മറ്റൊരു പേരാണ് ഓറോജനി എന്ന് പറയുന്നത്. ദെൻ വലിയ വലിയ ലാൻഡ് ബ്രിഡ്ജസിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഡിസപ്പിയറൻസ്, ഇതൊക്കെയാണ് ഈ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഫൈറ്റോജിയോഗ്രഫി അല്ലെങ്കിൽ പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷനിലുള്ള മാറ്റത്തിന് കാരണമാകുന്ന ജിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഗോണ്ട്വാന ലാൻഡിന്റെ സെപ്പറേഷൻ, അതായത് സതേൺ ഫ്ലോറിയായിട്ട് സതേൺ ഫ്ലോറിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ആണ്. അതിൽ വരുന്നത് ഒന്ന് ഐസ് ഏജസ്, ഗ്ലേഷ്യേഷൻ, ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ഗ്ലേഷ്യേഷന്റെ ഫോർമേഷൻ. ദെൻ നെക്സ്റ്റ് ക്ലൈമാറ്റിക് ഓസിലേഷൻ, അതായത് വാം ആൻഡ് കോൾഡ് പീരീഡ്. അപ്പൊ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ആയിരിക്കും അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് പോവുക. റെയിൻഫോളിലുള്ള പാറ്റേൺസിലുള്ള ചേഞ്ചസ് ഒക്കെയാണ് വരുന്നത്. ഈ ഒരു ഗ്ലേഷ്യേഷൻ പീരീഡ്സിന്റെ ടൈമിലാണ് ഈ ഒരു തുന്ദ്ര വെജിറ്റേഷൻ, ഹൈ കോൾഡിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് സ്പീഷീസ് കാണുന്നതാണ് തുന്ദ്ര വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു തുന്ദ്ര വെജിറ്റേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പെർമീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്ലേഷ്യേഷൻ വരുന്ന സമയത്താണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇവല്യൂഷണറി ഫാക്ടേഴ്സ്, അതായത് മ്യൂട്ടേഷനും നാച്ചുറൽ സെലക്ഷനും ഡൈനാമിക് ഫൈറ്റോജിയോഗ്രഫിക്ക് കാരണമാകുന്നുണ്ട്. അതെന്തിനു കാരണമാകും? സ്പീസിയേഷനും അഡാപ്റ്റീവ് റേഡിയേഷനും. ഈ ഒരു സ്പീസിയേഷനും ആ ഒരു ജനറ്റിക് ഡ്രിഫ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഏതാണ്, അതിന്റെ കൂടെ പ്ലാന്റ് സാപ്പിയൻസ് എന്നും കൂടി ആ ഒരു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ സ്പീഷീസിന്റെ എക്സ്റ്റിങ്ഷനെ കുറിച്ച്. നെക്സ്റ്റ് മൈഗ്രേഷൻ ആൻഡ് ഡിസ്പേഴ്സൽ ആണ്. അതായത് പ്ലാന്റിന്റെ മൂവ്മെന്റ്, അനിമോകോറി വഴിയുള്ള ഒരു പോളിനേഷൻ, ഹൈഡ്രോകോറി, സൂകോറി, ആന്ത്രോപോകോറി, അങ്ങനെയുള്ള കുറേ പോളിനേഷൻ മെക്കാനിസംസ് ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ആ ഒരു ഡൈനാമിക് ഫൈറ്റോജിയോഗ്രഫിയുടെ അണ്ടറിൽ വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ഫെർദർ ക്ലാസ്സസ് ആവശ്യമുണ്ടെങ്കിൽ, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്താണ് എന്നൊക്കെ പറയാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.